സ്വർണവും വെള്ളിയും കൂട്ടിവെച്ചവർ, അത് ആഭരണമായാലും അല്ലെങ്കിലും ഏത് നിലക്കാണെങ്കിലും അതിൽ സക്കാത്ത് കൊടുത്ത് വീട്ടാതെ വെച്ചിട്ടുള്ളവർ, അത് അല്ലാഹു നാളെ നരകത്തിയിലിട്ട് ചുട്ടുപഴിപ്പിച്ച് പ്ലേറ്റുകൾ പരുവത്തിലാക്കിയിട്ട് നിങ്ങളുടെ ബോഡിയിൽ വെച്ച് പൊള്ളിക്കുകയാണ്. വേദന സഹിക്കാതെ നീ അലറുമ്പോൾ വിളിച്ചു പറയും, ഇതാ നിന്റെ സ്വത്താണ്, നീ അനുഭവിച്ചോ ശിക്ഷ എന്ന് പറയുന്ന ലോകം വരാനുണ്ട്. ശമ്പളത്തിന്റെ കണക്ക് നോക്കിയിട്ടില്ലാത്ത പ്രവാസികളെ, കാർഷിക വിളവെടുപ്പിന്റെ കണക്ക് നോക്കിയിട്ടില്ലാത്ത കർഷകരെ, ബിസിനസിന്റെ കണക്ക് നോക്കിയിട്ടില്ലാത്ത ബിസിനസ്സുകാരെ, വാടക കെട്ടിടങ്ങളിലൂടെ വാടക വാങ്ങിക്കൊണ്ടിരിക്കുന്ന വാടക മുതലാളിമാരെ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഒരുപാട് സമ്പത്തിന്റെ ഉടമകളായി ബാങ്ക് ബാലൻസ് ഉള്ള, അതുപോലെ തന്നെ ഒട്ടേറെ സമ്പത്തിന്റെ ഉടമകളായി മാറിയിട്ടുള്ള പ്രിയമുള്ള പ്രവാസികളെ, സഹോദരന്മാരെ, കണക്ക് നോക്കിയിട്ടുണ്ടോ? വലിയ ക്ഷമ അതിനാവശ്യമാണ്. ഒരു കമ്മട്ടം കണക്ക് പോരാ, ഒരു മൊത്തം കണക്ക് എഴുതിയാൽ പോരാ. കൃത്യമായ കണക്കുകൾ അറിയാവുന്ന നിസ്ഫാലുദറത്തിനെന്ന് ഖുർആൻ പറഞ്ഞ അണുത്തൂക്കം അളവ് പോലും വിട്ടുപോകാത്ത, അറിയാതെ പോകാത്ത സർവലോക പരിപാലകനായ റബ്ബാണ് കണക്ക് നോക്കുക പരലോകത്ത്. ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ മുതലിന്റെ കണക്ക് നോക്ക്. അതിൽ നിന്ന് റബ്ബ് പറഞ്ഞിട്ടുള്ള ശതമാനം അത് മൊത്തത്തിലല്ല, കൃത്യമായി തന്നെ കൊടുത്തു വീട്ടാൻ സഹനത്തോടെ പ്രവർത്തിക്കൂ. അതിലൂടെയാണ് അല്ലാഹു നമുക്ക് ഏറ്റവും വലിയ രൂപത്തിലുള്ള സ്വർഗവും നരകവിമോചനവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ, ആ മേഖലയിലുള്ള ധനശുദ്ധി വരുത്താതെ അല്ലാഹുവിന്റെ സ്വർഗം നേടാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. നന്നായി ഈ വിഷയത്തിൽ ക്ഷമ വേണം, സഹനം വേണം. ഇല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ സമ്പത്തും അതാ പരലോകത്ത് വലിയ പടുകൂറ്റൻ സർപ്പമായി കൊണ്ട് നമ്മുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കപ്പെടാൻ പോകുന്നു. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, കഴുത്തിൽ വലിയ പടുകൂറ്റൻ സർപ്പമായി കൊണ്ട് വലിഞ്ഞു മുറുക്കപ്പെടാൻ പോവുകയാണ്. എന്നിട്ട് ആ വിഷം ചീറ്റുന്ന, വിഷത്തിന്റെ കാഠിന്യമുള്ള വിഷമുള്ള ആ വലിയ സർപ്പമതാ നമ്മെ ഇങ്ങനെ കടിച്ചു കീറുകയാണ്. ആ നേരത്തെ വേദന കൊണ്ട് പൊളയുമ്പോ ഒരു പാമ്പിനെ സ്ക്രീനിൽ പോലും കാണാൻ സഹനമില്ലാത്തവരല്ലേ ഉമ്മമാരെ നമ്മൾ? ഒരു പാമ്പിനെ ദൂരത്തിൽ നിന്ന് കാണാൻ പോലും ക്ഷമയില്ലാത്തവരല്ലേ പ്രിയമുള്ളവരെ നമ്മൾ? അത്ര കഠിനമായ കാളസർപ്പമാണ് നമ്മുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കപ്പെടുന്നതെന്ന് ഖുർആൻ പറയുമ്പോ, ഹദീസ് പറയുമ്പോ, ആർത്തട്ടഹസിച്ച് പാമ്പിന്റെ കൊത്തേറ്റ് ദംശനമേറ്റുകൊണ്ട് നീ പടയുമ്പോ ആ പാമ്പ് നിന്നോട് പറയുമ്പോലും അനമാലുക അനകൻസുക, ഞാൻ നിന്റെ മുതലാണടോ, ഞാൻ നിന്റെ നിധിയാണടോ. ഇത് സഹിക്കാൻ നമുക്ക് കഴിയോ? അതുകൊണ്ട് സഹനത്തോടെ ആ മാർഗത്തിലേക്ക് മുന്നേറേണ്ടതുണ്ട്. മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ആദരിക്കുക എന്ന നന്മ നിലനിർത്താനും ഏറ്റവും വലിയ സഹനം ആവശ്യമാണ്. അവരെന്ത് പറഞ്ഞാലും സഹനത്തോടെ ഇടപെടാൻ നമുക്ക് സാധിക്കണം. പ്രായാധിക്യമുള്ള ഉമ്മയാണ്, പ്രായാധിക്യമുള്ള ഉപ്പയാണ്, പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ചോദിച്ചത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇടപെടലുകളിലും സംസാരങ്ങളിലുമൊക്കെ അപാകതകൾ ഉണ്ടാകും. അതൊക്കെ എന്റെ ഉപ്പയുടെ പ്രായം അതല്ലേ, ഉമ്മയുടെ പ്രായം അതല്ലേ എന്നോർത്ത് സഹിക്കാൻ മക്കളെ നമുക്ക് സാധിക്കണം. കാരണം എന്തേ? നിങ്ങൾ ചെറുപ്പമായിരിക്കെ നിങ്ങൾ പലതും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, പലതും ആവർത്തിച്ച് നിങ്ങൾ ദുശീലത്തോടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഉമ്മ നിങ്ങളോട് കയർത്തിട്ടില്ല, ഉപ്പ നിങ്ങളോട് കയർത്തിട്ടില്ല. എന്റെ കുഞ്ഞുമോന്റെ പ്രായം അതാണെന്ന് പരിഗണിച്ചുകൊണ്ട്, എന്റെ പൊന്നുമോന്റെ പ്രായം അതാണെന്ന് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ മടിത്തട്ടിൽ മലമൂത്ര വിസർജനം നടത്തിയപ്പോഴും കോപിച്ചിട്ടില്ല പ്രിയപ്പെട്ട ഉമ്മ. നിങ്ങളറിയാതെ നിങ്ങളുടെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് നിങ്ങൾ കിടന്ന ഗർഭപാത്രം അടങ്ങുന്ന വയറ്റത്തേക്ക് നിങ്ങളുടെ കുഞ്ഞായി കിടക്കുമ്പോൾ മലർന്നു കിടന്ന് ചവിട്ടിയപ്പോഴും ഉമ്മ നിങ്ങളെ നോവിച്ചിട്ടില്ല, ഉമ്മ നിങ്ങളെ വെറുത്തിട്ടില്ല. കാരണം എന്താ? ഇതെന്റെ പൊന്നുമോന്റെ പ്രായം അതാണ്, എത്തുമ്പൊത്തും തിരിയാത്ത പൊന്നുമോനാണ്. ആ പ്രായം പരിഗണിച്ചുകൊണ്ട്, നമ്മുടെ ഇളം പ്രായത്തെ പരിഗണിച്ചുകൊണ്ട്
നമ്മിൽ നിന്ന് എന്ത് വന്നപ്പോഴും നമ്മുടെ ഉമ്മയും ഉപ്പയും ഒക്കെ സഹിച്ചിട്ടുണ്ട്. പക്ഷേ ആനുകൂല്യം തിരിച്ചു കൊടുക്കാൻ എന്തോ മക്കളെ നമുക്ക് മടി. ഉമ്മ ചോദിച്ച് രണ്ടാമത് ചോദിച്ചാ ദേഷ്യം പിടിക്കുകയാണ്. ഓ തള്ളേ എന്ന് പറയുകയാണ്. കിടന്ന ഗർഭപാത്രത്തിലേക്ക് കാലുകൊണ്ട് ആഞ്ഞു ചവിക്കുകയാണ്. മദ്യത്തിന്റെ ലഹരിയിൽ ചില മക്കൾ ഉമ്മമാരെ വെറുപ്പിക്കുകയാണ്, ഉപ്പമാരെ വെറുപ്പിക്കുകയാണ്, അവരോട് കയർത്ത് സംസാരിക്കുകയാണ്, അവരെ കൊലക്കത്തിക്കിരയാക്കുകയാണ്. മുലപ്പാലിന് തുറന്ന മാറത്തേക്ക് കച്ചാര കുത്തിയിറക്കാൻ മാത്രം അതപ്പതിച്ച മക്കളല്ലേ ഈ ലോകത്തുള്ളത്. പ്രിയപ്പെട്ട മുസ്ലിമേ, സ്വർഗം വേണോ? മാതാപിതാക്കളുടെ കാര്യത്തിൽ സഹനം പാലിച്ചോ? ദീനിനെതിരാവാത്ത കാലത്തോളത്തോളം, ദീനിനെതിരായി അവർ നിങ്ങളോട് ഒന്നിനും പറയാത്ത കാലത്ത്, അത് നിങ്ങൾ കൃത്യമായി പറയാത്തിടത്തോളം, അവർ നിങ്ങളോട് റബ്ബിന് വിരുദ്ധമായി സംസാരിക്കാത്തിടത്തോളം നിങ്ങൾ അവരുടെ കാര്യത്തിൽ സഹിക്കണേ, ക്ഷമിക്കണേ. എങ്കിലേ നമുക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, കുടുംബ ജീവിതത്തിൽ ഇണയോടുള്ള പെരുമാറ്റത്തിൽ ഏറ്റവും വലിയ മാന്യമായ സഹനത്തോടെ ജീവിക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതുപോലെ തൊഴിൽ രംഗത്ത് നമ്മൾ സഹിക്കുകയാണ്. പ്രവാസികളെ, ഈ വിശുദ്ധമായ റമദാനിൽ പോലും ചൂട് സഹിക്കുന്നു, വിയർപ്പൊലിക്കുന്നു, ദാഹം സഹിക്കുന്നു, വിശപ്പ് സഹിക്കുന്നു. ആർക്ക് വേണ്ടിയാണ്? എന്റെ ഉമ്മയെ പോറ്റണം, എന്റെ ഉപ്പയെ പോറ്റണം, എന്റെ കുരുന്നു മക്കൾക്ക് ജീവിതത്തിന് വകയുണ്ടാക്കി കൊടുക്കണം, എന്നെ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്നവർക്ക് വേണ്ടി ഞാനിതാ അധ്വാനിക്കണം എന്ന നിലക്ക് നിങ്ങൾ ചെലവഴിക്കുന്ന ദീനാറുകളൊക്കെയും സൽക്കർമ്മമാണ്. പ്രവാസികളെ, ആ മേഖലയിൽ സഹിച്ചോളൂ. ഓവർ ടൈം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ അധ്വാനിച്ചുകൊണ്ടും നിങ്ങൾ നടത്തുന്ന ഓരോ സഹനങ്ങളും, നിങ്ങൾ ഉറക്കമൊഴിക്കുന്നു, നിങ്ങൾ ചൂട് സഹിക്കുന്നു, നിങ്ങൾ വിശപ്പ് സഹിക്കുന്നു, ദാഹം സഹിക്കുന്നു. എന്തിനു വേണ്ടി? കുടുംബത്തിന് ചെലവഴിക്കാൻ. അഫ്ളു ദീനാരിൻ യുൻഫിഖു റജുലു ദീനാറുൻ യുൻഫിഖു അലാ ഇയാലിഹി. കുടുംബത്തെ പോറ്റാൻ അയച്ചു കൊടുക്കുന്ന ദീനാറാണ് നാം ചെലവഴിക്കുന്ന ഏറ്റവും പുണ്യകരമായ ദീനാറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തൊഴിൽ രംഗത്തും നമ്മൾ പാലിക്കുന്ന ക്ഷമയും സഹനവും അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗം നേടാൻ നമുക്ക് ഫഹുവ ഫീ സബീലില്ലാ. മക്കളെ പോറ്റാനും മാതാപിതാക്കളെ നോക്കാനുമൊക്കെ നീ തൊഴിൽ രംഗത്തേക്ക് ഇറങ്ങുന്നത്, നീ സഹിക്കുന്നത്, നീ പ്രയാസപ്പെടുന്നത് ഫഹുവ ഫീ സബീലില്ലാ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമ്മുടെ വിജയത്തെ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് 4 കാര്യങ്ങളിലാണ്. വല്ലസ്റിന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുന്ന സൂറത്ത് വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. രക്ഷപ്പെടണോ, സ്വർഗത്തിലെത്തണോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, 4 കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് സൽക്കർമ്മങ്ങളാണ്, മറ്റൊന്ന് നീ മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കലാണ്. അതിന് തയ്യാറില്ലെങ്കിൽ സ്വർഗമില്ല. ആ മാർഗത്തിൽ ഒരുപാട് വിഷമങ്ങൾ നീ സഹിച്ചേ പറ്റൂ. ഇസ്ലാമിക പ്രബോധനം നാം മനസ്സിലാക്കിയ സത്യം മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കൽ, ഇതേതെങ്കിലും ഒരു വിഭാഗം ആളുകളുടെ ഡ്യൂട്ടിയാണെന്ന് എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. നമുക്കൊക്കെയും സ്വർഗത്തിൽ പോകണ്ടേ? ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഏൽപ്പിച്ചു കൊടുക്കലല്ലോ സ്വർഗം. ഓരോരുത്തർക്കും പോകേണ്ട ലോകമാണല്ലോ സ്വർഗം. ആ സ്വർഗത്തിലെത്തണമെങ്കിൽ വതവാസൗ ബിൽ ഹഖ്, നിങ്ങൾ മനസ്സിലാക്കിയ ഹഖ്, പ്രമാണങ്ങളിലൂടെ പഠിച്ച ഹഖ് സധീരം ജനങ്ങളോടത് പറഞ്ഞേക്കണം. ആ മാർഗത്തിൽ ഒരുപാട് പ്രതിസന്ധി ഉറപ്പാണ്. നിങ്ങൾക്ക് ഒരുപാട് കേൾക്കേണ്ടി വരും. അത് അല്ലാഹു പറഞ്ഞിട്ടുമുണ്ട്. ലതുബ്ലൗന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ വമിനല്ലദീന അശ്റകൂ അദൻ കതീറാ വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങളുടെ സമ്പത്തുക്കളിലും നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് വേദക്കാരിൽ നിന്ന്, ശിർക്ക് ചെയ്യുന്നവരിൽ നിന്ന്, ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കേൾക്കേണ്ടി വരും. കുറച്ചൊന്നുമല്ല കേൾക്കേണ്ടി വരിക, ഒരുപാട് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അതൊക്കെ കേൾക്കുമ്പോ എന്നെക്കുറിച്ച് ഇങ്ങനെ എഴുതിയല്ലോ, എന്നെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചല്ലോ, എന്നെക്കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞല്ലോ എന്ന നിലക്ക്, ഓ പ്രബോധകന്മാരെ, ഓരോരുത്തരും പ്രബോധകരാണ്. നാം അറിയുന്നു
പറയുന്ന സത്യം മറ്റൊരാളോട് പറയേണ്ടവരാണ്. അത് പറയുന്ന രംഗത്ത് നിന്ന് നിങ്ങളെ പിടിച്ചു വലിക്കാൻ, നിങ്ങളുടെ ശബ്ദങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ, നിങ്ങളുടെ ശബ്ദങ്ങൾ നാലോകർ കേൾക്കാതെ നിങ്ങളെ മൂലക്കിരുത്താൻ വേണ്ടി ആര് തന്നെ ഏത് രൂപത്തിലുള്ള അസൂയ നിമിത്തമോ വൈരം നിമിത്തമോ വിദ്വേഷം നിമിത്തമോ എന്ത് തന്നെ പ്രചരിപ്പിച്ചാലും കേൾക്കാൻ തയ്യാറാവണേ. കുറച്ചൊന്നുമല്ല നിങ്ങൾ കേൾക്കേണ്ടി വരിക. കുടുംബത്തിൽ നിന്ന് കേൾക്കും, അയൽക്കാരിൽ നിന്ന് കേൾക്കും, നാട്ടുകാരിൽ നിന്ന് കേൾക്കും, മുമ്പുള്ള ആളുകളിൽ നിന്ന് കേൾക്കും, കൂടെയുള്ളവരിൽ നിന്ന് കേൾക്കും, പലരിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കേൾക്കേണ്ടി വരും. ഇതൊന്നും കേൾക്കാൻ എനിക്കാവില്ലെന്ന് പറഞ്ഞ് ഈ രംഗത്ത് നിന്ന് ഒളിച്ചോടിപ്പോയാൽ നിങ്ങൾ ഒളിച്ചോടുന്നത് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കാണ്. അതുകൊണ്ട് സ്വർഗം വേണോ? സഹനം ഈ രംഗത്തും വേണം. അല്ലാഹു പറയുന്നു വയും തസ്ബിറൂ, നിങ്ങൾ സഹിക്കാൻ തയ്യാറാണോ? കൂടുതൽ സൂക്ഷ്മതയോടെ ഇഖ്ലാസോടെ റിയാൽ കലയാതെ ആരെയും കാണിക്കാനല്ല, റബ്ബിന്റെ പ്രീതിക്കാണ് ഞാൻ പ്രബോധനം നടത്തുന്നത് എന്ന നിലക്ക് ഇതിന്റെ പ്രബോധന രംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ തഖ്വയോടെ വീണ്ടും നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതാണ് ധീരമായ ഇടപെടലെന്ന് അല്ലാഹുവാണ് പഠിപ്പിക്കുന്നത്. മഹാനായ നബി തങ്ങളോട് പോലും അല്ലാഹു പറഞ്ഞില്ലേ, വസ്ബിർ അലാ പറയുന്നവർ എന്തും പറയട്ടെ നബിയേ, അവര് പറയുന്നതൊക്കെ കേട്ട് സഹിച്ചോളണം നബിയേ, ക്ഷമിച്ചോളൂ. മഹാന്മാരായ പ്രവാചകന്മാരൊക്കെയും പറഞ്ഞു, വലനസ്ബിറുന്ന അലാ ദൈതുമൂനാ, ഞങ്ങളെ ആര് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഏത് നിലക്കും ഞങ്ങളെ പീഡിപ്പിച്ചാലും ഞങ്ങൾ സഹിക്കുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾ പ്രവർത്തിക്കുന്നത് റബ്ബിന് വേണ്ടിയാണ്, ഞങ്ങളുടെ വക്കീൽ അല്ലാഹുവാണ്. ഭരമേൽപ്പിക്കുന്നവരെല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? സാഹിറാണ്, ഒരു പാട്ടുകാരനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു, സാഹിറാണെന്ന് പറഞ്ഞു, ഭ്രാന്തനാണെന്ന് പറഞ്ഞു, മജ്നൂനാണെന്ന് പറഞ്ഞു, കാഹിനാണെന്ന് പറഞ്ഞു. എത്രത്തോളം സാമ്പത്തിക രംഗത്ത് പോലും അഴിമതി നടത്തുന്നയാളാണെന്ന് മഹാനായ നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു ശത്രു, ഒരു കഥമെന്നൊരു തെമ്മാടി വിളിച്ചു പറഞ്ഞപ്പോ അവിടുത്തെ മനസ്സ് വല്ലാതെ നൊന്തുപോയി, അവിടുന്ന് വല്ലാതെ വിഷമിച്ചുപോയി. ആ നേരത്തും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിക്കുകയാണ്, യർഹമുല്ലാഹു അഖീ മൂസാ, എന്റെ സഹോദരനായ മൂസ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഫഖദ് ഊദിയ ബിഅക്സറ മിൻ ഹാദാ, ഇതിനേക്കാളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മൂസ നബിക്ക്, ഇതിനേക്കാളൊക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മൂസ നബി അലൈഹിസ്സലാം. എന്നിട്ടും മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ക്ഷമിച്ചല്ലോ. എത്രത്തോളം സഹനമാണ് ആ നബി കാണിച്ചത്. ആ പ്രവാചകന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, ആശ്വസിക്കുന്നു. മുൻഗാമികളൊക്കെ പീഡനങ്ങൾ ഉണ്ടായ നേരത്തും പതറാതെ റബ്ബിനോട് തേടിയിട്ടുണ്ട്. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ വസബ്ബിത് അഖ്ദാമനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സഹനം ചൊരിഞ്ഞു തരണമേ, ക്ഷമ നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ, ഞങ്ങളുടെ പാദങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണമേ. ആ ഒരു ദുആ, ആ ഒരു പ്രാർത്ഥന എല്ലാ രംഗത്തും നമുക്കുണ്ടാകും. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നന്മകൾ പ്രവർത്തിക്കുന്നിടത്ത് മാത്രമല്ല സഹനം വേണ്ടത്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും സഹനം കൂടിയേ തീരൂ. അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ. അല്ലാഹു സർവ്വനീചവും നികൃഷ്ടവുമായ കാര്യങ്ങൾ നിങ്ങളോട് വിരോധിച്ചിട്ടുണ്ട്. ആ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഞാൻ എണ്ണിപ്പറയേണ്ടതില്ലല്ലോ ശ്രോതാക്കളെ. അല്ലാഹു നമ്മളോട് നിഷിദ്ധമാക്കിയ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് അതെണ്ണി പറയാൻ നമുക്ക് സാധ്യമാണോ? പക്ഷെ അവിടെയൊക്കെ നമുക്കൊരു മാനദണ്ഡം വേണം. وَأَمَّا خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. റബ്ബുണ്ട് എന്ന നിലക്ക് റബ്ബിന്റെ സാന്നിധ്യത്തെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാവിധത്തിലുള്ള ഇച്ഛകളിൽ നിന്നും തന്റെ ശരീരത്തെ തടഞ്ഞു നിർത്തിയവർക്കാണ് സ്വർഗം.
തെറ്റുകളിൽ നിന്ന് സഹനം കൈക്കൊള്ളുന്നവർക്കാണ് സ്വർഗം. തിന്മകളിൽ നിന്ന് സഹനം കൈക്കൊള്ളുന്നവർക്കാണ് സ്വർഗം. മദ്യത്തിൽ നിന്ന് സഹിക്കുന്നവർക്കാണ് സ്വർഗം. വ്യഭിചാരത്തോട് അടുക്കാതെ സഹിക്കുന്നവർക്കാണ് സ്വർഗം. പലിശയുമായി അടുക്കാതെ മാറി നിൽക്കുന്നവർക്കാണ് സ്വർഗം. ബിസിനസ് രംഗത്ത് അഴിമതിയുടെയും കളവുകളുടെയും അടിസ്ഥാനത്തിൽ ആളുകൾ പെട്ടെന്ന് പണക്കാരായി പണം വാരി കൂട്ടുമ്പോഴും ഇല്ല റബ്ബേ, ഹറാമിലേക്ക് ഞാനില്ല, ഹറാമായ ഒരു ദിർഹം എനിക്ക് വേണ്ട എന്ന നിലക്ക് സൂക്ഷ്മതയോടെ സഹിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നവനാരോ അവനാണ് സ്വർഗം. ഹറാമ് കാണാനുള്ള കൊതിയുള്ളപ്പോഴും കണ്ണുകളെ നിയന്ത്രിക്കുന്നവനാണ് സ്വർഗം. ഹറാമുകൾ കേൾക്കാനുള്ള ചാൻസ് ഒത്ത് വന്നിട്ടും അത് കേൾക്കാതെ മാറി നിൽക്കുന്നവർക്കാണ് സ്വർഗം. തന്റെ നാവ് കൊണ്ട് നിഷിദ്ധമായ ഒരു വാക്കും മുറിയാടാതെ ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം. അതേ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ക്ഷമ. ആർക്കാണ് യുവാക്കളെ അങ്ങനെ സഹിക്കാൻ സാധിക്കുക? യുവാക്കളെ, യുവതികളെ, എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, എത്രയോ ചാൻസുകൾ ഒത്തുകിട്ടിയിട്ടും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ക്ഷമിച്ച സഹനം, ആ കൈക്കൊണ്ട സഹനത്തിന്റെ അളവ് നമുക്ക് പറയാനാകുമോ? വിശദീകരിച്ചാൽ തീരുമോ? ചെറുപ്പക്കാരനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആള് ചെറുപ്പമാണ്, എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രായം ചെറുപ്പമാണ്, അതീവ സുന്ദരനാണ്, അടിമയാണ്, സ്വതന്ത്രരെ പോലെ പേടിക്കണ്ട, പ്രവാസിയാണ്, മറ്റൊരാളുടെ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്, പരിചയക്കാരോ നാട്ടുകാരോ അറിയാനില്ല, ക്ഷണിക്കുന്നത് സുന്ദരിയായ പെണ്ണാണ്, ഒരു കുഴപ്പവും ഭയപ്പെടേണ്ടതില്ല. വീട്ടിലെ കൊട്ടാരത്തിലെ റാണിയാണ് ക്ഷണിക്കുന്നത്. വഗല്ലഖത്തിൽ അബ്വാബ, വാതിലുകളൊക്കെ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്, അവളാണ് ക്ഷണിക്കുന്നത്. സ്വീകരിച്ചില്ലെങ്കിൽ ജയിലിലടക്കുമെന്നാണ് ഭീഷണിയുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രലോഭനങ്ങളുടെയും ആ രൂപത്തിലുള്ള ഭീഷണികളുടെയും നടുവിൽ ലക്ഷ്യം മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം കുതറിയോടി മാറിപ്പോവുകയാണ്. അല്ലാഹുവിൽ അഭയം എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകുന്നു. നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ അങ്ങനെ മാറിപ്പോകാൻ? യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത്, റബ്ബി, എന്റെ രക്ഷിതാവേ, അസ്തിജ്നു അഹബ്ബു ഇലയ്യ, എനിക്ക് കൽത്തുറുങ്കാനിഷ്ടം, എനിക്ക് ജയിലാനിഷ്ടം വ്യഭിചാരത്തേക്കാൾ. എനിക്ക് വ്യഭിചാരം വേണ്ട, എനിക്ക് സുന്ദരിയുടെ കൂടെ കിടപ്പറ പങ്കിടേണ്ട, എനിക്ക് കൊട്ടാരത്തിലെ രാജ്ഞിയുടെ കൂടെ കാമുകനായി കഴിയണ്ട, എനിക്ക് കൊട്ടാരത്തിലെ സുഖങ്ങൾ വേണ്ട, എനിക്ക് അരുതാത്തതൊന്നും വേണ്ട. റബ്ബി അസ്തിജ്നു അഹബ്ബു ഇലയ്യ, എനിക്ക് ജയിലാനിഷ്ടം. അവരെന്നെ ക്ഷണിക്കുന്ന തെറ്റിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത, സൗകര്യങ്ങളില്ലാത്ത കൽത്തുറുങ്കാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ജയിലറ വാങ്ങുകയാണ് യൂസുഫ് അലൈഹിസ്സലാം. സഹോദര, നമുക്ക് കഴിയോ ഇത് പറയാൻ എത്ര എളുപ്പമാണ്, എഴുതാൻ എത്ര എളുപ്പമാണ്? നമുക്ക് സാധിക്കുമോ? കണ്ണുകളെ നിയന്ത്രിക്കാനാകാത്ത മനുഷ്യരെ, കാതുകളെ നിയന്ത്രിക്കാനാവാത്ത മനുഷ്യരെ, റമദാനിൽ പോലും അതാ റബ്ബ് ഇഷ്ടപ്പെടാത്ത രംഗങ്ങൾ കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്ന, കാതുകളെ കൊണ്ട് വ്യഭിചരിക്കുന്ന, നാവുകളെ കൊണ്ട് വ്യഭിചരിക്കുന്ന, വ്യഭിചാരം ചെയ്യുന്ന, വലിയ പാപം ചെയ്യുന്ന ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പോലും സഹനം കൈക്കൊള്ളാൻ കഴിയാത്ത നമുക്ക് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹനം പറയാൻ അവകാശമുണ്ടോ? നാളെ പരലോകത്ത് റബ്ബദാവിന്റെ തണലിട്ട് കൊടുക്കുന്ന വിഭാഗം, സുന്ദരിയും കുലീനയുമായ ഒരു പെണ്ണ് തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയോടെ സഹനത്തോടെ മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അതാത് തിന്മകളിൽ നിന്നുള്ള സഹനം. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചോ. എന്തും നീ ഷെയർ ചെയ്യണ്ട, നീ കാണണ്ട, കേൾക്കണ്ട, സുഖിക്കണ്ട, രസിക്കണ്ട. റബ്ബിന്റെ നോട്ടം നിന്നിലേക്കുണ്ട്. സഹിച്ചോ, ക്ഷമിച്ചോ. സർവ്വ തിന്മകളിൽ നിന്നും സഹനം പാലിക്കുന്നവർക്കാണ് സ്വർഗം. ആ രംഗത്ത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. മൂന്നാമത്തെ ക്ഷമ അവിടെയാണ്. റബ്ബ് നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ വേദനകളുണ്ട്. ഒരുപാട് രംഗത്ത് നമ്മൾ പരീക്ഷിക്കപ്പെടും. ശാരീരികമായി രോഗമുണ്ടാകും, അതുപോലെ തന്നെ മരണമുണ്ടാകും. ഉറ്റവരുടെ മരണവാർത്ത കേൾക്കേണ്ടി വരും.
ബന്ധുക്കളുടെ മരണവാർത്ത കേൾക്കേണ്ടി വരും. ധനനഷ്ടം പെട്ടെന്നുണ്ടാകും. ബിസിനസ്സിൽ പെട്ടെന്ന് പൊളിഞ്ഞു എന്ന് വരും. അതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള വമ്പിച്ച ചതിയിൽ അകപ്പെട്ടു എന്ന് വന്നേക്കാം, വഞ്ചിക്കപ്പെട്ടു എന്ന് വന്നേക്കാം, ആയിരങ്ങളുടെ നഷ്ടമുണ്ടായി എന്ന് വന്നേക്കാം. ഏത് നിലക്കുള്ള നഷ്ടമുള്ളയിടത്തും പരീക്ഷണമാണ്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. അല്ലാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദര സഹോദരി, റബ്ബ് നമ്മോട് പറയുകയാണ്, വിശപ്പിലൂടെ ദാരിദ്ര്യത്തിലൂടെ പരീക്ഷണമുണ്ടാകും, പേടികൊണ്ട് പരീക്ഷണമുണ്ടാകും, സാമ്പത്തിക നഷ്ടം മുഖേന, ശാരീരിക രോഗം മുഖേന, പല വിഭവങ്ങളുടെ കമ്മി മുഖേനയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിച്ചോളണേ, ആത്മഹത്യയിലേക്ക് എടുത്തുകാടല്ല. ഇന്നാലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൻ്റെതാണ്. ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ ധനത്തിലും ഞങ്ങളുടെ സമ്പത്തിലുമൊക്കെ റബ്ബിന് എന്തും ചെയ്യാൻ അധികാരമുണ്ട്. അവൻ്റെതാണിതെല്ലാം. വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഏത് മുസീബത്ത് വന്നാലും സ്വന്തത്തെ പഠിപ്പിക്കണം. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ وعلى الله فليتوكل المؤمنون. ഏത് ആപത്ത് ബാധിച്ചാലും പതറിപ്പോകരുത്. ഏറ്റവും വലിയ സഹനം വേണ്ടത് ആപത്ത് ബാധിക്കുന്ന ആദ്യ നിമിഷത്തിലാണ്. ആപത്ത് ബാധിച്ച് കുറേ ദിവസം കഴിഞ്ഞ് ക്ഷമിക്കുന്നതിൽ അർത്ഥമില്ല. ആപത്തിന്റെ ആദ്യഘട്ടത്തിലാണ് ക്ഷമ വേണ്ടത്. ഇന്നമസ്സബറു പ്രഥമത്തിൽ ഊലാ, ക്ഷമയും സഹനവുമൊക്കെ ആപത്തിന്റെ ഒന്നാം നിമിഷത്തിലാണ് കൈക്കൊള്ളേണ്ടത്. എന്താ കാരണം? കുറച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ എല്ലാവർക്കും കഴിയും. കുറെ ദിവസം കഴിയുമ്പോൾ വിഷമങ്ങളൊക്കെ തനിയെ പോകും. പക്ഷേ അതിന്റെ ആദ്യഘട്ടത്തിലാണ് ക്ഷമ വേണ്ടത്. അതല്ലേ മഹാനായ ശാഫി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞത്, വലാ തജസ ലിഹദീസത്തിൽ ലയാലി ഫമാ ലിഹവാദിസി ദുനിയാ ബഖാഉ വകുൻ റജുലൻ അലൽ അഹ്വാലി തലിദാ വസീമതുക സമാഅതു വസ്സഖാഉ വലാ ഹുസ്നുൻ يدوم ولا سرور ولا بؤس عليك ولا رخاء. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് സമാധാനിപ്പിക്കുകയാണ്, ഏത് പ്രതിസന്ധികൾ നിന്നെ വരിഞ്ഞു മുറുക്കിയാലും അതൊന്നും എപ്പോഴും നിലനിൽക്കുകയില്ല. ഏത് ഉസ്ർ വന്നാലും യുസ്റുണ്ട് മോനെ, ഏത് കുഴിയുണ്ടെങ്കിലും ഒരു കുന്നുണ്ട് മോനെ. ഏത് പ്രതിസന്ധിയും ഘട്ടങ്ങൾ തരണം ചെയ്തോളൂ. രാവു എന്നാൽ പകലുണ്ട്, പകല് പോയാൽ രാത്രിയുണ്ട്. വിഷമിച്ചുകൊണ്ട് ഈ ഒരിക്കലും ഇങ്ങനെ പ്രയാസപ്പെട്ടു പോകരുത്. പരീക്ഷണങ്ങൾ വരുമ്പോ പെട്ടെന്നാണ് അറിയുക, നിന്റെ പെട്ടെന്ന് നീ ചെക്കപ്പിന് കൊടുത്തതാണ്, നീ ഒരു മാരക രോഗത്തിന്റെ അടിമയാണെന്ന് റിസൾട്ട് കേൾക്കുന്ന വേളയിൽ ക്ഷമിക്കാൻ കഴിയണേ. റബ്ബ് നമുക്ക് സഹനം പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും മാതാപിതാക്കളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒടുന്നനെയാണ് മരണവാർത്ത കേൾക്കുന്നത്, ഒടുന്നനെയാണ് രോഗിയാണെന്നറിയുന്നത്. പതറിപ്പോവുകയാണ്. ആ നേരത്ത് ഒരു ബ്ലേഡ് കൊണ്ട് നാടിനരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്, വിഷം കുടിച്ച് മരിക്കുകയാണ്, തൂങ്ങി മരിക്കുകയാണ്. എങ്ങോട്ടാ സഹോദരാ പോക്ക്? നീ തൂങ്ങി മരിച്ചിട്ടെന്താ കാര്യം? നീ വിഷം കഴിച്ചിട്ടെന്താ കാര്യം? കത്തിയെടുത്ത് ശരീരത്തിൽ മുറിവാക്കിയിട്ടെന്താ കാര്യം? നരകത്തിലും അതേ ശിക്ഷ കാലാകാലം ഏറ്റുവാങ്ങേണ്ടതില്ലേ? അതേ അവസരത്തിൽ ക്ഷമിച്ചാൽ ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവന്റെ മുസീബത്ത് ബാധിപ്പിക്കും. ശരിക്കും ശ്രദ്ധിച്ചോളണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. വിഷമമുണ്ടാകുമ്പോ സഹിക്കാനുള്ള കരുത്താണ് റസൂലുള്ള പറയുന്നത്.
റബ്ബ് നമ്മോട് വെറുത്തിട്ടല്ല രോഗം വരുന്നത്, റബ്ബ് നമ്മോട് വെറുത്തിട്ടല്ല പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണത്തിൽ വിജയം വരിക്കാനാണ് കഴിവ് നേടേണ്ടത്. ഏറ്റവും കടുത്ത പരീക്ഷണത്തിന് വിധേയരാകുന്നത് മഹാന്മാരായ നബിമാരാകുന്നു. അള്ളാഹ് അവരെ വെറുത്തിട്ടല്ലാതെ ഉറപ്പല്ലേ? അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ളവരല്ലേ അമ്പിയാക്കള്? ഏറെ പരീക്ഷണത്തിന് വിധേയരാകുന്നത് അമ്പിയാക്കളാണ്. സുമ്മൽ അംസലു ഫല്ലംസലു, പിന്നീട് ഏറ്റവും ശ്രേഷ്ഠവാന്മാര്. ദീനിൽ എത്ര കണ്ട് നമുക്ക് ഈമാനുണ്ടോ അത്ര കണ്ട് പരീക്ഷണം കടുത്തുപോകുമെന്നാണ് നിബിധങ്ങൾ പറയുന്നത്. അത് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കും. ആ രംഗത്ത് സഹിച്ചാൽ നമ്മുടെ പാപങ്ങൾ ഇല്ലാതാവും. ദുനിയാവിൽ നമുക്ക് പാപിയല്ലാതെ മരിച്ചു പോകാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആലോചിച്ചോ, ക്ഷമിച്ചാൽ എത്രത്തോളം മഹത്വമുണ്ട്. ക്ഷമയിലൂടെ, സഹനത്തിലൂടെ സ്വർഗമാണ് സ്വർഗം. ഞാനൊരു ചരിത്രം പറയട്ടെ, എന്റെ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. സഹനത്തിന്റെയും ക്ഷമയുടെയും പ്രാധാന്യം പറയാനാ ഞാനത് പറയുന്നത്. എല്ലാവരും ശരിക്കൊന്ന് മനസ്സിലാക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുകയാണ് സഹാബിമാരോട്, അലാ ഉരീക ഇംറാഅത്തൻ മിൻ അഹ്ലിൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗക്കാരിയായ ഒരു പെണ്ണിനെ കാണിച്ചു തരട്ടെയോ? സ്വർഗ്ഗക്കാരിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെയോ? അവർ പറഞ്ഞു, അതെ, കാണിച്ചു തരൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാദിഹിൽ മർഅത്തു സൗദാ, ഇതായി നിൽക്കുന്ന കറുത്ത പെണ്ണാണ്, ഈ കറുത്ത സ്ത്രീയാണ്, കറുപ്പ് നിറമുള്ള ഈ സ്ത്രീയാണ് സ്വർഗാവകാശിയായ പെണ്ണ്. എന്തേ കാരണമെന്നോ, റസൂലുള്ളാഹിയുടെ കാലത്ത് അവർ ജീവിച്ചിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഈ സ്ത്രീ പോയിട്ട് നബി തങ്ങളോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്കൊരു അസുഖമുണ്ട്, അപസ്മാര രോഗിയായിട്ട് ഞാൻ ഇങ്ങനെ വീണു പോകുന്നു. ബോധമില്ലാതെ വീണു പോകുന്ന അസുഖം, അപസ്മാര രോഗിയായിക്കൊണ്ട് ഞാൻ ഇങ്ങനെ വീണു പോവുകയാണ് നബിയെ. മാത്രമല്ല, വീണു പോകുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാനൊരിക്കലും മറ്റുള്ളവരെ കാണരുതേ എന്ന് ജീവിതത്തിലെന്നും പ്രാർത്ഥിക്കുന്ന, മോഹിക്കുന്ന, ആഗ്രഹിക്കുന്ന എന്റെ നഗ്നത വെളിവാകുന്നു നബിയേ. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറഞ്ഞു, ഇൻ സബർതി വലകിൽ ജന്ന, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ സഹിച്ചോളൂ, സഹനം കൈക്കൊണ്ടോളൂ, എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. ഇനി അതല്ല നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിന്റെ അസുഖം ഭേദമാകാൻ ഞാൻ അല്ലാഹുവോട് തേടിക്കൊള്ളാം. പക്ഷേ ആ കറുത്ത മുത്ത് ആ സഹോദരി സഹാബാവിന് എന്താണ് ഉമ്മമാരെ പറഞ്ഞത്? അസ്ബിറു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ സഹിച്ചോളാം, എന്റെ രോഗം മാറണ്ട, ഞാൻ വീണോട്ടെ നബിയെ, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ. അപസ്മാര രോഗം മാറിയിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ എനിക്ക് നല്ലത് അപസ്മാര രോഗിയായി ഞാൻ എത്ര തവണ ബോധം കെട്ട് വീണാലും എനിക്ക് സ്വർഗമുണ്ടോ നബിയെ, എങ്കിൽ അതാണ് എനിക്ക് വേണ്ടത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, ഒരു കാര്യം കൂടി ആ ഉമ്മ പറഞ്ഞു. സഹോദരിമാരെ, എന്താ ഉമ്മ പറഞ്ഞറിയോ? അതെല്ലാവരും ഒന്ന് കേൾക്കണം. അതെന്റെ നഗ്നത വെളിവാക്കി നടക്കുന്ന സഹോദരിമാരൊന്ന് ശ്രദ്ധിക്കണം. മനഃപൂർവ്വം തന്റെ ബോഡിയിലെ മാംസഭാഗങ്ങൾ അന്യപുരുഷന്മാർക്ക് കൊത്തിവലിക്കാൻ തുറന്നു കൊടുക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട്, ആ ശൈത്താനെ മാത്രം സന്തോഷിപ്പിക്കുന്ന വേഷം ധരിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണൊന്ന് കേൾക്കണം. ആ സഹോദരി റസൂലുള്ളാഹിയോട് പറയുകയാണ്, പ്രവാചകരെ, ഞാൻ സഹിച്ചോളാം, എനിക്ക് വീഴുന്നതിലുള്ള പ്രശ്നം. പക്ഷേ നബിയെ, ഇന്നീ അതകശഫു, എന്റെ ഉറപ്പ് ഞാൻ അറിയാതെ വെളിവായി പോകുന്നു നബിയെ. എന്റെ നഗ്നത വെളിവാകാതിരിക്കാൻ വീണോട്ടെ, എനിക്ക് പ്രശ്നമല്ല, സ്വർഗം കിട്ടുമല്ലോ. പക്ഷേ വീഴുന്ന നേരത്ത് പോലും ഞാൻ അറിയാതെ പോലും എന്റെ ബോഡിയിൽ നിന്ന് തുണി നീങ്ങിയിട്ട് അന്യര് കാണാൻ പറ്റാത്ത ഒരു ഭാഗം പോലും വെളിവാകുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ തങ്ങളൊന്ന് ദുആ ചെയ്യണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്തു. പിന്നെയും ആ സഹോദരി വീഴാറുണ്ട്, പിന്നെയും ആ സഹോദരി അപസ്മാരം കൊണ്ട് വീഴാറുണ്ട്. പക്ഷേ ഒരിക്കലും അവരുടെ നഗ്നത പിന്നെ വെളിപ്പെട്ടിട്ടില്ല, ഒരിക്കലും പിന്നെ അവരുടെ ഔറത്ത് വെളിപ്പെട്ടിട്ടില്ല. ഓ സഹോദരിമാരെ, നന്നായി ഒന്ന് ശ്രദ്ധിക്ക്. അറിയാതെ വീഴുന്ന നേരത്ത് നഗ്നത വെളിവാകുന്നത് പോലും
നരകം ഭയപ്പെടുന്ന സ്വർഗം മോഹിക്കുന്ന ആ കറുത്ത മുത്തിന് സഹിക്കാനാകുന്നില്ലല്ലോ. നിങ്ങൾക്കെങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുന്നത്? അള്ള ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഫമാ അസ്ബറഹും അലന്നാർ. നരകത്തിയെ സഹിക്കാൻ എങ്ങനെ സാധിക്കുന്നു മക്കളെ? ഇനിയും ഇത് കേട്ടിട്ടും നിങ്ങളുടെ ശരീരത്തിന്റെ മാംസളഭാഗങ്ങൾ, നിങ്ങളുടെ ശരീരത്തിന്റെ ഭംഗിനങ്ങൾ ശൈത്താന് മാത്രം സന്തോഷമുള്ള നിലക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ അലങ്കാരം പുറമേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ, പെരുന്നാളിന് ആ രൂപത്തിലുള്ള വസ്ത്രം തയ്പ്പിക്കാൻ വേണ്ടി പണമയച്ചു കൊടുക്കുന്ന പ്രവാസികളെ, നരകത്തിനാ നിങ്ങൾ കൂട്ടുനിൽക്കുന്നത്. അത്തരത്തിലുള്ള പെണ്ണുങ്ങൾ ലാ യദ്ഖുലുൽ ജന്ന, അവര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പോലത്തെ വലാ യജിദുന റീഹ, അതിന്റെ പരിമളം പോലും അവർക്ക് തടയപ്പെടുന്നു. അല്ലാഹു നമ്മുടെ സഹോദരിമാരെ കാത്തുരക്ഷിക്കുമാരാകട്ടെ. ആ സഹോദരിമാർക്ക് വസ്ത്രം തിന്നാൻ വേണ്ടി കാശയച്ചു കൊടുക്കുന്ന നമ്മളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാരാകട്ടെ. ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ പിന്നെയും ഔറത്ത് വെളിവാകുന്ന വസ്ത്രങ്ങളും വാങ്ങിക്കൊടുത്ത് ഫാഷന്റെയും അലങ്കാരങ്ങളുടെയും ലോകത്ത് നടന്നുവെങ്കിൽ ഈ കറുത്ത മുത്ത് അതേ അപസ്മാര രോഗിയായി വീഴുന്ന നേരത്ത് പോലും അറിയാതെ ഒന്ന് ഔറത്ത് വെളിവാകുന്നതിലാണ് ഭയപ്പെട്ടതെങ്കിൽ, അറിഞ്ഞുകൊണ്ട് തുറന്നു നടക്കുന്ന നഗ്നത വെളിവാക്കുന്നവരെ ആ സഹോദരി പോയ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുമോ? അതേ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വല്ലാത്ത സഹനം വേണമെന്നാ പറഞ്ഞു വരുന്നത്. കാഴ്ച നഷ്ടപ്പെട്ടവരോട്, എന്റെ കണ്ണും കാണാത്ത കാഴ്ച ശക്തി നഷ്ടപ്പെട്ടവരോട് നബിതങ്ങൾ പറഞ്ഞത് സ്വർഗമുണ്ട് നിങ്ങൾക്കെന്നാണ്. ഉറ്റവരുടെ മരണവാർത്ത കേൾക്കുമ്പോ, അത് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം നടന്നു എന്ന് കേൾക്കുമ്പോ പതറാതെ ആർത്തട്ടഹസിക്കാതെ നിലവിളിക്കാതെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവേ എനിക്ക് ബാധിച്ച മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ, നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് തിരിച്ചു തരണമേ, പകരം തരണമേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ റസൂലുള്ള പറയുന്നത്. മക്കൾ നഷ്ടപ്പെട്ട ഉമ്മമാരോട് അവിടെന്ന് പറഞ്ഞു, ഓ ഉമ്മമാരെ, നിങ്ങൾക്കൊരു 3 മക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, 2 മക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇല്ലാ കാലൂലഹ ഹിജാബൻ മിനന്നാർ, ആ മക്കളൊക്കെ നാളെ നിങ്ങൾക്ക് നരകത്തിൽ നിന്നുള്ള മറയാകുന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് അരുമ സന്താനങ്ങളുടെ മരണവാർത്ത കേൾക്കേണ്ടി വന്ന ഉമ്മമാരില്ലേ ഈ കൂട്ടത്തിൽ? ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്റെ അരുമ സന്താനങ്ങളെ കബറടക്കേണ്ടി വന്ന ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്ന ഉപ്പമാരില്ലേ ഈ കൂട്ടത്തിൽ? ക്ഷമിച്ചോ, സഹിച്ചോ. അവര് നമുക്ക് നാളെ പരലോകത്ത് നമ്മൾ സഹിക്കുന്നുവെങ്കിൽ, ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ഹിജാബൻ മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മറയാണത്. സ്വന്തം മക്കളെ കൊണ്ടുപോയപ്പോഴും ഏറ്റവും കരളിന്റെ കഷ്ടത്തെ പറിച്ചെടുത്തു കൊണ്ടുപോയപ്പോഴും അല്ലാഹു തന്റെ മലക്കുകളോട് ചോദിക്കുന്നു, എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണം ഞാൻ പറിച്ചെടുത്തപ്പോ, അവന്റെ മോളെ ഞാൻ കൊണ്ടുപോയപ്പോ എന്റെ അടിമ എന്താ പറഞ്ഞതെന്ന് മലക്കുകളോട് ചോദിക്കുമ്പോ മലക്കുകൾ പറയുകയാണ്, റബ്ബേ, അയാൾ പതറിയിട്ടില്ല, അയാൾ അക്ഷമ കാണിച്ചിട്ടില്ല, അയാൾ സഹിക്കവയ്യാതെ ഒന്നും വേണ്ടാത്തത് വിളിച്ചു പറഞ്ഞിട്ടില്ല, മറിച്ച് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് നിന്റെ പരീക്ഷണത്തിൽ അവർ സഹനം കൈക്കൊണ്ടവരാണ്. ഇത് പറയുന്ന നേരത്ത് അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, എങ്കിൽ ഇതിനൂലി അബ്ദീ ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബൈതൽ ഹംദ്, എന്റെ അടിമക്ക് സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കൂ. പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവരെ മരിച്ചപ്പോൾ പോലും പതറാതെ ക്ഷമ കൈക്കൊണ്ട് എന്റെ അടിമയോട് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് പറയൂ, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടൂ. ബൈത്തുൽ ഹംദ് എന്ന പേരിലുള്ള ഒരു സ്വർഗം അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ ക്ഷമ കൈക്കൊണ്ട രക്ഷിതാക്കൾക്കുണ്ടെന്ന്. ഉച്ചവരെ പിടിച്ചുകൊണ്ടുപോയപ്പോഴും, കരളിന്റെ കഷ്ടമായ മക്കളെ പറിച്ചുകൊണ്ടുപോയപ്പോഴും ക്ഷമകേടിന്റെ വാക്കുകൾ ഉരിയാകാതെ, മാറത്തടിക്കാതെ, അട്ടഹസിക്കാതെ, ആത്മഹത്യ ചെയ്യാതെ, ഒരു നിലക്കും പാപങ്ങൾ പറയാതെ ക്ഷമിച്ചവർക്ക് ബൈത്തുൽ ഹംദ് എന്ന സ്വർഗമുണ്ടെന്നാണ്
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അമ്പിയാക്കളേറെ സഹിച്ചവരല്ലേ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കേണ്ടതില്ലല്ലോ. ശാരീരികമായ ഒരുപാട് രോഗങ്ങൾ ബാധിച്ചു, സാമ്പത്തികമായ ഒരുപാട് പരാധീനതയിലായി, കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എല്ലാ നിലക്കും സാമ്പത്തികമായും ശാരീരികമായും സന്താനങ്ങളിലൂടെയും ഒക്കെ പരീക്ഷിക്കപ്പെട്ടപ്പോഴും ആരോടും പരിഭവം പറഞ്ഞില്ല, ആത്മഹത്യ ചെയ്തില്ല, സഹനക്കേട് കാണിച്ചില്ല. മറിച്ച് അയ്യൂബ ഇതിനാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറ വഅൻത അർഹമുർ റാഹിമീൻ ഫസ്തജബ്നാ ലഹു. അല്ലാഹുതആല പറയുന്നു, അയ്യൂബദാ എന്നോടതാ ക്ഷമയോടുകൂടി തേടുകയാണ്, പ്രയാസമുണ്ട് റബ്ബേ, നീ അർഹമുർ റാഹിമീനാണല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ വിളിക്ക് ഉത്തരം കൊടുത്തു. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് പറഞ്ഞതെന്താണ്? നിഅമൽ അബ്ദു ഇന്നാ വജദ്നാഹു സാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. എത്ര വലിയ സഹനമാണ്, എത്ര വലിയ ക്ഷമയാണ് മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ചല്ല പറഞ്ഞത്. യാക്കൂബ് നബി അലൈഹിസ്സലാം ജീവിതത്തിൽ ഇനി പരീക്ഷിക്കപ്പെടാത്ത മേഖലകളുണ്ട്. അതേ ഏറ്റവും താൻ ഇഷ്ടപ്പെട്ട യൂസുഫ് എന്ന പൊന്നോമനാകൻ അതേ ഒരിക്കൽ കാണാതാകുന്നു. വർഷങ്ങളോളം ആ വളരെ പിരിഞ്ഞു കഴിയേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ വിധയുമായി കഴിയുമ്പോൾ തന്നെ ബിന്യാമീൻ എന്ന മോനെയും നഷ്ടപ്പെടുകയാണ്. കരഞ്ഞ് കരഞ്ഞ് രണ്ട് കണ്ണിന്റെയും കാഴ്ചശക്തിയും നഷ്ടപ്പെടുകയാണ്. ആ സമയത്തും മഹാനായ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം ആരോടും പരാതി പറയാതെ ഇന്നമാ അശ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ്, എന്റെ സങ്കടങ്ങളും എന്റെ വിഷമങ്ങളും എന്റെ ദുഃഖങ്ങളും ഞാൻ അല്ലാഹുവിലേക്ക് മാത്രം ഇതാ ആവലാതിപ്പെടുന്നു. മാത്രമല്ല മഹാനവറുകൾ പറഞ്ഞു ഫസബ്റുൻ ജമീൽ ഫസബ്റുൻ ജമീൽ അസല്ലാഹു അൻ യഅ്തിയനി അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. ഭംഗിയാർന്ന ക്ഷമ ഞാൻ ക്ഷമിക്കുക തന്നെ. എനിക്ക് നഷ്ടപ്പെട്ടവരെയൊക്കെ എന്റെ റബ്ബ് എനിക്ക് തിരിച്ചു കൊണ്ടുവരും. ആ ഒരു വലിയ പ്രതീക്ഷയോടെ സഹിക്കുന്നു യാക്കൂബ് അലൈഹിസ്സലാം. ഇതിലെല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രമാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലെ അനാഥത്വം എന്ന പരീക്ഷണം, തന്നെ സംരക്ഷിച്ചു പോന്നിരുന്ന ഉപ്പാപ്പയുടെ മരണം, ശേഷമതാ പിതൃവനായ അബൂ താലിബിന്റെ മരണം, തന്റെ പ്രിയസഖിയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം, എത്രയെത്ര മരണങ്ങൾക്ക് സാക്ഷിയാകുന്നത്. തീർന്നില്ല പ്രിയമുള്ളവരെ, തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അരിമ സന്താനങ്ങളൊക്കെയും തന്റെ ജീവിതത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെയുള്ളവരൊക്കെ മരിച്ചു തീരുന്നു. ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ മരിക്കുകയാണ്. ഖാസിം എന്ന കുഞ്ഞുമോൻ മരിക്കുന്നു, അബ്ദുള്ള എന്ന കുഞ്ഞുമോൻ മരിക്കുന്നു, ഇബ്രാഹിം എന്ന കുഞ്ഞുമോൻ മരിക്കുന്നു. ജീവിതത്തിൽ ഉണ്ടായ ആൺകുട്ടികളൊക്കെയും മരണപ്പെടുകയാണ്. തീർന്നില്ല, താൻ ജീവിച്ചിരിക്കെ തന്നെ തന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പെൺമക്കളിൽ 3 മരിച്ചു പോവുകയാണ്. റുഖയ്യ റളിയല്ലാഹു അൻഹ മരിച്ചു പോകുന്നു. അതുപോലെ തന്നെ സൈനബ റളിയല്ലാഹു അൻഹ മരിച്ചു പോകുന്നു. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ മരിച്ചു പോകുന്നു. ഇനി ആരായി ഉപ്പയുടെ ജീവിതത്തിൽ ബാക്കിയുള്ളത്? അതേ ജീവിതത്തിൽ തന്റെ കണ്ണുകൊണ്ട് ദർശിക്കാൻ ഭാഗ്യം കിട്ടിയ മക്കളെ ഒക്കെയും റബ്ബ് താൻ ജീവിച്ചിരിക്കെ തന്നെ കൊണ്ടുപോകുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. ആ മോളോട് അവസാനം മരിക്കുന്ന നേരത്ത് പരാതിയായ നിലക്കൊന്നുമല്ല, സന്തോഷത്തോടെ ഒരു വാക്ക് പറഞ്ഞു, മോളെ ഉപ്പ പോവുകയാണ്, ഉപ്പ പരലോകത്തേക്ക് നീങ്ങുകയാണ്, ഉപ്പ നല്ലൊരു ലോകത്തേക്ക് പോവുകയാണ്. അത് കേട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് പറഞ്ഞു, മോളെ ആദ്യമായി എന്നോട് ചേരുന്നത് നീ ആയിരിക്കും ഫാത്തിമ. ഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം വഫാത്തായത്. മറ്റുള്ള മക്കളൊക്കെ ജീവിതകാലത്ത് മരിച്ചു തീർന്നു. ഇത്ര വലിയ ഒരു പരീക്ഷണം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിട്ടുണ്ട്.
അവിടുന്ന് പതറിയിട്ടില്ല. എല്ലാ രംഗത്തും പരീക്ഷണമുണ്ടായി, പീഡനങ്ങളുണ്ടായി. കഴുത്തിൽ പിടിമുറുക്കിയിട്ട് കൊല്ലാൻ നോക്കിയിട്ടുണ്ട് കഅബയുടെ സമീപത്ത് വെച്ച്. നിസ്കരിക്കുന്ന നേരത്ത് എന്നോ അറുത്തിട്ട ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടലും അതുപോലെ തന്നെ അതിന്റെ വയറ്റിന്റെ അകത്തുള്ള വസ്തുക്കളുമൊക്കെ ശരീരത്തിൽ കൊണ്ടുവന്ന് ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിരുന്നിനെന്ന നിലക്ക് വിളിച്ചു വരുത്തിയിട്ട് വിഷമൂട്ടിയ മാംസം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് വലിയ രൂപത്തിൽ സ്നേഹം ഭാവിച്ച് വിളിച്ചു വരുത്തിയിട്ട് വീടിന്റെ പിൻവശത്തുള്ള മതിലിനോട് പാറക്കല്ലിട്ടുകൊണ്ട് റസൂലുള്ളാഹിന്റെ തല വിളർത്തി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പീഡനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും മക്കള് കാരണമായും ഒക്കെ ആ നിലക്കുള്ള ഒരുപാട് പരീക്ഷണങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധേയമായപ്പോൾ പോലും പതറാതെ ഒരിക്കലും പിടിച്ചു നിൽക്കുന്നു. വലിറബ്ബിക ഫസ്ബിർ വലിറബ്ബിക ഫസ്ബിർ, നബിയെ സഹിച്ചോളണം. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ, ഫസ്ബിർ ക്ഷമിച്ചോളണം, സഹിച്ചോളണം നബിയെ. കമാ സബറ സഹിച്ചതുപോലെ ഉലുൽ അസ്മി മിനർ റസൂൽ, പ്രവാചകന്മാരിലെ ധീരന്മാരായ ആളുകളൊക്കെ സഹിച്ചതുപോലെ സഹിക്കണേ നബിയെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റബ്ബ് അങ്ങനെ തന്നെ കൽപ്പിച്ചു. ആ കൽപ്പന അല്ലാഹുവിന്റെ റസൂൽ പാലിച്ചു. അവിടുന്ന് ലോകത്തോട് പറഞ്ഞു, പ്രയാസഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലുമൊക്കെ നിങ്ങൾ ദിക്റ് ചൊല്ലിക്കോ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തിക്കോ. കാരണം എന്താണ്? തൗഹീദിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോകാൻ കാരണമാകുന്നത്, ശിർക്കിലേക്ക് മനുഷ്യൻ തെറ്റിപ്പോകാൻ കാരണമാകുന്നത് അടിക്കടി രോഗമുണ്ടാകുമ്പോഴാണ്, അടിക്കടി കടബാധ്യത പെരുകുമ്പോഴാണ്, ഉടനെ മരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ഉടനെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോഴാണ് പലരും നമ്മോട് വന്നിട്ട് പറയുക, നീ ആ ദർഗയിൽ പോയി പ്രാർത്ഥിച്ചോ, നീ ആ ശൈഖിനോട് പ്രാർത്ഥിച്ചോ, നീ അവിടെ പോയി ബലിയെടുത്തോ, നീ അവിടെ പോയി ഏതെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്ന് പറഞ്ഞ് ശിർക്കിന് വേണ്ടി പ്രോത്സാഹനമുണ്ടാകുന്ന നേരത്തും ആപത്തുകൾ കൊടുമ്പിരിക്കൊള്ളുമ്പോഴും തൗഹീദിൽ സഹനത്തോടെ നിലനിൽക്കുന്ന ദിക്റാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. വിഷമം വരുമ്പോഴുള്ള ദുആയാണത്. വിഷമം വരുമ്പോൾ പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിപ്പിക്കുന്നത് എന്തിനാ? വിഷമം വരുമ്പോൾ ആ ശിർക്കിലേക്ക് പോവുക, റബ്ബല്ലാത്തവർക്ക് നേർച്ച കൊടുക്കുക, റബ്ബല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുക, റബ്ബല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക, അള്ളാഹു വിരോധിച്ചിട്ടുള്ള അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മഹാപാതകത്തിലേക്ക് കൂപ്പുകുത്തുക. വിഷമങ്ങൾ വരുമ്പോഴാ. വിഷമമുള്ള നേരത്തും ഒരിക്കലും നീ പതറാതെ നീ നിന്റെ റബ്ബിലേക്ക് തന്നെ, ഏത് കൊടും പാപിയാണ് നീ എങ്കിലും കുമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും ആരുണ്ടെനിക്കിന്നെന്റെ റബ്ബല്ലാതെ എന്നും പറഞ്ഞ് നീ കേഴണം വല്ലാതെ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എനിക്കെന്റെ റബ്ബുണ്ട്, അവൻ എന്നെ കൈവടിയുകയില്ല. ഇതൊക്കെ എനിക്ക് ഖൈറാണ്, ഖൈറല്ലാത്ത ഒന്നും എനിക്കെന്റെ റബ്ബ് തരൂല. പക്ഷേ ഇപ്പോൾ എനിക്കത് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം സഹിക്കുന്നു, ക്ഷമിക്കുന്നു. അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി ശൈആ. പ്രയാസമുണ്ടാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മന്ത്രാണത്. അല്ലാഹു റബ്ബി, അവനാണ് എന്റെ രക്ഷിതാവ്, വലാ ഉശ്രികു ബിഹി ശൈആ, ഞാൻ അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന ആ മഹനീയമായ തൗഹീദ്. ഇങ്ങനെ സഹോദരന്മാരെ, സഹനത്തിന്റെ എല്ലാ മേഖലകളിലും, ഏത് മേഖലകളിലും നമുക്ക് സഹിക്കാനാവണം. നന്മയുടെ കാര്യത്തിൽ, തിന്മകൾ വർജിക്കുന്നതിൽ, ജീവിത പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ, ഇസ്ലാമിക പ്രബോധനത്തിന്റെ രംഗത്ത്, അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളിലും ഇസ്ലാമിക നിയമങ്ങളോർത്തുകൊണ്ട് സഹിക്കണം. ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാനും സഹനം വേണം. നാം ജീവിക്കുന്ന ഈ ഭൂമി, ഇമാറാത്ത് എന്ന് പറയുന്ന പ്രദേശം ഒട്ടേറെ പ്രവാസികളുടെ
നമ്മുടെ അടുപ്പിൽ തീ പുകയുന്നു. ഈ നാട്ടിൽ വന്നുകൊണ്ട് നമ്മൾ അധ്വാനിക്കുകയാണ്. ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരിക്കലും ഭീകരവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ, വിഘടനവാദത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോലും ഒരു മുസൽമാനി എത്തിനോൽക്കാൻ പാടില്ല. ഏത് മതക്കാരനാണെങ്കിലും ആരുടെയും തലയെറുക്കാനും രക്തം ചിന്താനും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയുമ്പോൾ അത് വളരെ ഉഷാറാണെന്ന് പറയുന്നതിന്റെ മുമ്പ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ ഒരു രാജ്യത്ത് നടക്കുന്ന കലാപങ്ങളെയും ന്യായീകരിക്കാൻ പോകണ്ട. അല്ലാഹു ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക്, ഇറാഖിലെ മുസ്ലിമീങ്ങൾക്ക്, അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ രാജ്യത്തിന് അല്ലാഹു കൂടുതൽ കൂടുതൽ പുരോഗതി ഇനിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് കൂടുതൽ കൂടുതൽ നല്ല നല്ല നിയമങ്ങൾ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ ഖലീഫ അസുഖബാധിതനാണ്. അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ഒരുപാട് സഹോദരീ സഹോദരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മളിൽ പലരും അതാ രോഗികളാണ്, പ്രയാസമുള്ളവരാണ്, പല രൂപത്തിലുള്ള വിഷമങ്ങളുള്ളവരാണ്. മക്കൾ കാരണം മാനസികമായി വിഷമമനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. മക്കളുടെ പേരിൽ വിഷമിക്കുന്നവരുണ്ട്. മാതാപിതാക്കളുടെ കാര്യത്തിൽ വിഷമമനുഭവിക്കുന്ന മക്കളുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ വിഷമം സഹിക്കുന്ന ആളുകളുണ്ട്. രോഗം കാരണമായി വിഷമിക്കുന്നവരുണ്ട്. ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. വിവാഹിതരാവാതെ പെൺമക്കൾ പുരനിറഞ്ഞു നിൽക്കുന്നതിൽ സങ്കടപ്പെടുന്ന രക്ഷിതാക്കളുണ്ട്. യോജിച്ചവർ ജോലി കിട്ടിയിട്ടില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ഒരുപാട് ഒരുപാട് കാലമായി പ്രവാസ ലോകത്തെങ്കിലും ഹറാമിലൂടെ ഞാൻ ധനം നേടില്ല എന്ന പിടിവാശിയും തഖ്വയും സബറുമുള്ളത് കൊണ്ട് ഒരു വീട് വെക്കാൻ പോലും കഴിയാതെ ഇന്നും ഹക്കിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന നല്ലവരായ ചെറുപ്പക്കാരുണ്ട്. ഹറാമായ രൂപത്തിലുള്ള ജോലികൾ, എത്ര വലിയ ശമ്പളമുണ്ടെങ്കിലും എനിക്ക് വേണ്ടെന്ന നിലക്ക് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയുടെ മാർഗത്തിൽ സഹനത്തോടെ പിടിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അല്ലാഹുവേ,